ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് സഹായിക്കുന്ന 200 ക്വസ്റ്റ്യൻ ബാങ്കിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഇത്. ആദ്യത്തെ 4 ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സ്റ്റെപ്പായി ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യങ്ങൾ കണ്ട് സ്വയം ചെയ്തു നോക്കാനും അതിൻ്റെ കൂടെ ഒപ്പം സൊല്യൂഷൻ മനസ്സിലാക്കാനും ശ്രദ്ധിക്കുക. നമുക്ക് നേരെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം 3-ാം ചാപ്റ്ററിൽ നിന്നുള്ള 1 മാർക്കിന്റെ ചോദ്യമാണ്. ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം 5n-3 എന്ന് തന്നിട്ടുണ്ട്. xn = 5n-3. ഇതിന്റെ പൊതുവ്യത്യാസം എത്രയാണെന്ന് കണ്ടെത്തണം. അപ്പൊ കൂട്ടുകാരെ, നമുക്കറിയാം xn = an + b എന്ന ബീജഗണിത രൂപത്തിൽ n-ന്റെ ഗുണകം, അതായത് കോഎഫിഷ്യന്റ്, എപ്പോഴും നമ്മുടെ പൊതുവ്യത്യാസം d ആയിരിക്കും. ഇവിടെ n-ന്റെ കൂടെ ഏത് സംഖ്യയാണുള്ളത്? 5 എന്ന സംഖ്യയാണുള്ളത്. അതുകൊണ്ട് പൊതുവ്യത്യാസം എത്രയായിരിക്കും? ഓപ്ഷൻ സി 5 ആയിരിക്കും. രണ്ടാമത്തെ ചോദ്യം ചാപ്റ്റർ 2-ൽ നിന്നുള്ള അടിസ്ഥാന തിയറമാണ്. ഒരു അർദ്ധവൃത്തത്തിൽ ഉണ്ടാകുന്ന കോൺ എത്രയായിരിക്കും? അതെപ്പോഴും മട്ടകോൺ, അതായത് റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് ഓൾവേസ് എ റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ആവർത്തിക്കുന്ന ഒരു വസ്തുതയാണ്. ഇത് വെച്ച് ഒന്നോ അതിൽ കൂടുതലോ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. മൂന്നാമത്തെ ചോദ്യം, ബീജഗണിത രൂപം xn = 3n+1 ആയ സമാന്തര ശ്രേണിയുടെ ആദ്യ പദം എന്താണ്? ഇത് എളുപ്പമാണല്ലോ. ആദ്യ പദം കിട്ടാൻ n-ന് 1 എന്ന് നൽകിയാൽ മതിയല്ലോ. അപ്പോൾ n = 1 നൽകുമ്പോൾ x1 = 3 × 1 + 1. അപ്പോൾ 3 + 1 4. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. നാലാമത്തെ ചോദ്യം നോക്കൂ. സാധ്യതകളുടെ ഗണിതത്തിൽ നിന്നുള്ള ചോദ്യമാണിത്. രണ്ടക്ക സംഖ്യകളിൽ നിന്നും നോക്കാതെ ഒരു സംഖ്യ എടുത്താൽ അത് 10ന്റെ ഗുണിതമാകാനുള്ള സാധ്യത എത്ര? 10 മുതൽ 99 വരെയുള്ള ആകെ രണ്ടക്ക സംഖ്യകൾ എത്രയാണ്? അത് കാണാൻ നമുക്ക് അവസാനത്തെ രണ്ടക്ക സംഖ്യ 99 മൈനസ് ആദ്യത്തേത് ബൈ പൊതുവ്യത്യാസം ഇവിടെ 1 ആണ്, +1. അപ്പൊ നമുക്കിവിടെ 89 + 1 90 എന്ന് കിട്ടും. അതായത് ആകെയുള്ള രണ്ടക്ക സംഖ്യകൾ 90. ടോട്ടൽ 2 ഡിജിറ്റ് നമ്പേഴ്സ് 90. ഇനി നമ്മുടെ 10ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? മൾട്ടിപ്പിൾസ് ഓഫ് 10 എന്ന് പറയുന്നത് 10, 20, 30, 40, 50, 60, 70, 80, 90. ഇവിടെ എത്ര എണ്ണം ഉണ്ട് കൂട്ടുകാരെ? 9 എണ്ണം. അപ്പൊ മൾട്ടിപ്പിൾസ് ഓഫ് 10 9 എണ്ണം. 10ന്റെ ഗുണിതങ്ങൾ 9. അതിനാൽ സാധ്യത എന്ന് പറയുന്നത് എന്തായിരിക്കും? അനുകൂലമായ സാഹചര്യങ്ങൾ 9 ബൈ ആകെ സാഹചര്യം 90. അപ്പൊ നമുക്ക് 1/10 എന്ന് കിട്ടും. ഓക്കെ, സ്റ്റെപ്പുകളെല്ലാം തന്നെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം.
അഞ്ചാമത്തെ ചോദ്യം. ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക കണക്കാക്കുക. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള സമവാക്യം ഓർത്തു നോക്കൂ. Sn സമം n ഇൻറ്റു n പ്ലസ് 1/2. ഇതിൽ n-ന് 20 എന്ന് നൽകുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് n ഈക്വൽ ടു 20 വി ഗെറ്റ് 20 സമം 20 ഇൻറ്റു 21/2. അപ്പോൾ 2ഉം 20ഉം കട്ട് ചെയ്യുമ്പോൾ 10 ഇൻറ്റു 21 210. ഓക്കെ, ഇതാണ് സ്റ്റെപ്സ്. ഓക്കെ, ഇനി ആറാമത്തെ ചോദ്യം. ഒരു ചക്രീയ ചതുർഭുജത്തിന്റെ ഒരു കോൺ 75 ഡിഗ്രി ആയാൽ ഇതിന്റെ എതിർകോണിന്റെ അളവ് എത്ര? One angle of a cyclic quadrilateral is 75 degree. What is the measure of its opposite angle? അപ്പോൾ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, അതായത് ചക്രീയ ചതുർഭുജത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ്, അതായത് എതിർകോണുകളുടെ തുക എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് എതിർകോൺ കാണാൻ 180-ൽ നിന്നും 75 കുറച്ചാൽ മതി. അതായത് 180 മൈനസ് 75 105 ഡിഗ്രി. ഓക്കെ, ചക്രീയ ചതുർഭുജത്തിന്റെ എതിർകോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് 180 ഡിഗ്രി. ആയതുകൊണ്ട് എതിർകോൺ, അതായത് ഓപ്പോസിറ്റ് ആംഗിൾ സമം 180 മൈനസ് 75 105. ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇനി ഏഴാമത്തെ ചോദ്യം നോക്കൂ. ഇത് ഒരു ജ്യാമിതീയ ചോദ്യമാണ്, ജോമെട്രിക് ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ വൃത്തകേന്ദ്രമായ ഓയിൽ നിന്നും ഞാൻ AB, ഞാൻ ഇവിടെ വരച്ചിട്ടില്ല, ഇവിടെ ഒരു ഞാന് AB എന്ന് ഇങ്ങനെ വരയ്ക്കണം. ഞാൻ AB ഉണ്ടാക്കുന്ന കേന്ദ്രകോൺ 110 ഡിഗ്രിയാണ്. നമുക്ക് കോൺ ACB എത്ര? ACB ഇത് കണ്ടുപിടിക്കണം. ഓക്കെ, രണ്ടാമതായി കോൺ ADB കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ കൂട്ടുകാരെ, ഇത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ. ഇവിടെ ഈ ADB എന്ന ചാപത്തിന്റെ കേന്ദ്രകോണാണ് 110 ഡിഗ്രി. ഇനി ADB എന്ന ചാപത്തിന്റെ എതിർകോണിൽ കടക്കുന്ന കോണാണ് കോൺ ACB. അതായത് നമുക്ക് എന്താണ് കിട്ടുന്നത്? എതിർ ചാപത്തിൽ കിടക്കുന്ന കോണിന്റെ അളവ് കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കോൺ ACB 110/2 55 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ 55 ഡിഗ്രി എന്ന് കിട്ടും. ഇനി ഈ ചിത്രത്തിൽ ACBD അത് ഒരു ചക്രീയ ചതുർഭുജമാണ്, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അതിനാൽ കോൺ സിയും കോൺ ഡിയും എന്താണ്? എതിർകോണുകളാണ്. അവയുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മുടെ കോൺ ADB 180 മൈനസ് 55 125 എന്ന് കിട്ടും. ഓക്കെ, സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എട്ടാമത്തെ ചോദ്യം നോക്കിയാലോ. എട്ടാമത്തെ ചോദ്യം നോക്കൂ. മൂന്നാം പദം 12, ഏഴാം പദം 32. കണ്ടുപിടിക്കേണ്ടത് പൊതുവ്യത്യാസം. അപ്പൊ കൂട്ടുകാരെ, ഇവിടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 7 - 3 4.
പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 32 മൈനസ് 12 20. ഓക്കെ, അതായത് പൊതുവ്യത്യാസത്തിന്റെ 4 മടങ്ങ് 4D. പൊതുവ്യത്യാസം D എന്നാണ് കാണിക്കുക. 4D സമം 20 എന്ന് കിട്ടും. അതിൽ നിന്നും പൊതുവ്യത്യാസം 20/4 എത്രയാണ്? 5 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? x3 മൂന്നാം പദം 12, x7 32. ഇനി എന്താണ്? സ്ഥാനവ്യത്യാസം. 7 മൈനസ് 3 4. പദവ്യത്യാസം, പദങ്ങളുടെ വ്യത്യാസം 32 മൈനസ് 12 അപ്പൊ 20. അപ്പൊ നമുക്കിവിടെ 4D സമം 20, D 5 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഒന്നാം പദം എത്ര? കൂട്ടുകാരെ, ഒന്നാം പദം എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നാം പദം കാണാൻ മൂന്നാം പദത്തിൽ നിന്ന് 2 തവണ പൊതുവ്യത്യാസം കുറയ്ക്കണം, അല്ലേ? മൂന്നാം പദത്തിൽ നിന്നും 2 പൊതുവ്യത്യാസം കുറച്ചാൽ നമ്മൾ ഒന്നാം പദത്തിൽ എത്തും. അപ്പൊ നമുക്ക് ഒന്നാം പദം x1 സമം മൂന്നാം പദം മൈനസ് 2 പൊതുവ്യത്യാസം. മൂന്നാം പദം 12 മൈനസ് 2 ഇൻറ്റു പൊതുവ്യത്യാസം 5. അപ്പൊ നമുക്ക് 12 മൈനസ് 10 2 എന്ന് കിട്ടും. അപ്പോൾ ഒന്നാം പദം 2 എന്ന് കിട്ടി. ഓക്കെ, ഇനി ശ്രേണി എഴുതാനാണ് പറയുന്നത്. ശ്രേണി എഴുതാൻ എളുപ്പമാണല്ലോ. ആദ്യം ഒന്നാം പദം 2, 2നോട് പൊതുവ്യത്യാസം കൂട്ടിയാൽ 2 + 5 7, 7 പ്ലസ് പൊതുവ്യത്യാസം 12, 12 5 17, 17 5 22. ഇത് തുടർന്ന് പോവും. അപ്പോൾ ദ സീക്വൻസ്, ശ്രേണി എന്ന് പറയുന്നത് 2 7 12 17 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് 9ാമത്തെ ചോദ്യം നോക്കിയാലോ. 9ാമത്തെ ചോദ്യവും ഒരു ജ്യാമിതീയ സാധ്യതയിലെ ടെക്സ്റ്റിലെ പ്രോബ്ലമാണ്. നോക്കൂ, ചതുരത്തിന്റെ ഒരു വശത്തിന്റെ മധ്യബിന്ദുവും എതിർവശത്തെ മൂലകളും ചേർത്ത് ത്രികോണം വരച്ചിരിക്കുന്നു. A triangle is drawn joining the midpoint of one side of a rectangle to the opposite vertices. ഇനി എന്താണ് ചെയ്യുന്നത്? ചതുരത്തിൽ കണ്ണടച്ച് ഒരു കുത്തിട്ടാൽ അത് ത്രികോണത്തിലാകാനുള്ള സാധ്യത എത്രയാണ്? അപ്പൊ കൂട്ടുകാരെ, ഇവിടെ ശ്രദ്ധിക്കൂ. ഇവിടെ ത്രികോണത്തിന്റെയും അതുപോലെ തന്നെ ചതുരത്തിന്റെയും പാദവും ഉയരവും തുല്യമാണ്. ഇതാണ് ത്രികോണത്തിന്റെ ഉയരം, ഇതാണ് പാദം. അപ്പോൾ ചതുരത്തിന്റെ നീളവും വീതിയും എന്തിനു തുല്യമാണ്? ഇവിടെ പാദവും ഉയരത്തിനും തുല്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ത്രികോണത്തിന്റെ പരപ്പളവ്, ഏരിയ, ചതുരത്തിന്റെ പകുതിയാണെന്ന് കിട്ടും. നോക്കാം. ഇവിടെ നമുക്ക് ഇതിന്റെ നീളം b എന്നും ഇത് h എന്നെടുത്താൽ ത്രികോണത്തിന്റെ പരപ്പളവ് ½ BH അല്ലേ, ബൈ ചതുരത്തിന്റെ ഏരിയ b × h. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ½ എന്ന് കിട്ടും. അതുകൊണ്ട് കുത്ത് ത്രികോണത്തിന് അകത്താകാനുള്ള സാധ്യത 1/2, അതായത് 50% ത്രികോണത്തിന്റെ പരപ്പളവ് ചതുരത്തിന്റെ പരപ്പളവിന്റെ പകുതിയാണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് half the area of rectangle. So the probability, സാധ്യത equal to 1/2. ഓക്കെ, ഇത് ട്രയാങ്കിളിന്റെ ഏരിയ, ഇത് ചതുരത്തിന്റെ ഏരിയ, റെക്റ്റാങ്കിളിന്റെ ഏരിയ. അപ്പൊ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1/2 എന്ന് കിട്ടി. അപ്പോൾ 50% സാധ്യത.
ഇനി 10ാമത്തെ ചോദ്യം നോക്കൂ. സമാന്തര ശ്രേണിയുടെ 4ാം പദം 15, x4 സമം 15. 9ാം പദം 35, x9 എന്ന് പറയുന്നത് 35. പൊതുവ്യത്യാസം കാണുക. അപ്പൊ ഇവിടെ നേരത്തെ ചെയ്ത പോലെ സ്ഥാനവ്യത്യാസം 9 - 4 5. ഓക്കെ, ഇനി നമുക്ക് പദങ്ങളുടെ വ്യത്യാസം എത്രയാണ്? 35 - 15 20. അതായത് പൊതുവ്യത്യാസത്തെ 5 കൊണ്ട് ഗുണിച്ചാൽ സ്ഥാനവ്യത്യാസം പ്ലേസ് ഡിഫറൻസ് 5 ആണ്. അപ്പോൾ 5 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് 20 കിട്ടും. അതായത് ഡി എന്ന് പറയുന്നത് 20/5 4 എന്ന് കിട്ടും. ഓക്കെ, 4ാം പദത്തിൽ നിന്നും 9ാം പദത്തിലേക്കുള്ള സ്ഥാനവ്യത്യാസം 5 ആണ്. അപ്പൊ 5 പൊതുവ്യത്യാസം 5D സമം 35 - 15 20. അപ്പൊ D സമം 20/5 4. ഇനി 1ാം പദം കാണുക. സിമ്പിൾ ആണ്, കാരണം 4ാം പദം നമുക്കറിയാം 15 ആണ് എന്ന്. അവിടെ നിന്നും 1ലേക്ക് എത്തണമെങ്കിൽ x3 x2 x1 4 - 1 3 പ്രാവശ്യം പൊതുവ്യത്യാസം എന്ത് ചെയ്താൽ മതി? ഇടത്തോട്ട് പോകുമ്പോൾ കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് 1ാം പദം സമം 4ാം പദം -3 പൊതുവ്യത്യാസം. അതായത് നമുക്ക് എന്ത് കിട്ടും? 4ാം പദം 15 ആണ്. 15 - 3 × 4. അപ്പോ 15 - 12 3 എന്ന് കിട്ടി. കറക്റ്റ്. അപ്പൊ ബി 3 എന്ന് കിട്ടി. ഇനി n-ാം പദം എഴുതുക. കൂട്ടുകാരെ, n-ാം പദത്തിന്റെ ബീജഗണിത രൂപം എന്താണ്? xn സമം dn പ്ലസ് f മൈനസ് d. അപ്പൊ നമുക്ക് ഇവിടെ എന്തെഴുതാം? d 4 ആണല്ലോ. 4n പ്ലസ് 3 - 4. അപ്പൊ നമുക്ക് 4n - 1 എന്ന് കിട്ടും. ഇതാ xn സമം 4n പ്ലസ് 3 - 4 സമം 4n - 1. ഓക്കെ, ഇനി ആദ്യ 20 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക. എങ്ങനെയാണ് ആദ്യ 20 പദങ്ങളുടെ തുക കിട്ടുന്നത്? s20 സമം n/2 ഇൻറ്റു 1ാം പദം പ്ലസ് n-ാം പദം. ഇവിടെ n 20 ആണ്. അപ്പോൾ 20/2 ഇൻറ്റു 1ാം പദം. 1ാം പദം എത്രയാണ്? 3 പ്ലസ് 20ാം പദം. 20ാം പദം നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, അത് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് x20 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആദ്യ പദം എത്രയാണ്? 3. അതിനോട് കൂടി 19 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി, അല്ലേ? ഇത് 1 ആണ്, ഇത് 20 ആണ്. 1 ന്ന് 20ലേക്ക് എത്തണമെങ്കിൽ 19 സ്ഥാനം കഴിയണം. അപ്പൊ 19 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. അതായത് 19D. 19 × 4. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 പ്ലസ് 24 80. അതിന് 4 കുറച്ചാൽ 76. അപ്പോൾ 79 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 20ാം പദം 79 എന്ന് കിട്ടി. ഇനി 20 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ 20/2 ഇൻറ്റു 3 പ്ലസ് 79. അപ്പൊ നമുക്ക് ഇത് 10 ഇൻറ്റു 82 820 എന്ന് കിട്ടും. ഓക്കെ, ഇതാ ഇതുപോലത്തെ ഒരു ചോദ്യം എക്സാമിന് എന്തായാലും ചോദിക്കും. ഓക്കെ, ഇനി 11ാമത്തെ ചോദ്യം നോക്കൂ.
11ാമത്തെ ചോദ്യത്തിൽ എന്താണ് പറയുന്നത്? ചിത്രത്തിൽ ABCD ഒരു ചക്രീയ ചതുർഭുജമാണ്, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇനി എന്താണ്? ഇഫ് ആംഗിൾ A ഈക്വൽ ടു 2x + 10, ഇത് 2x + 10 ആണ്. കോൺ C ഇത് x + 20 ആണ്. അങ്ങനെ ആയാൽ x-ന്റെ വില കാണുക. കൂട്ടുകാരെ, ചക്രീയ ചതുർഭുജത്തിൽ എതിർ കോണുകളുടെ തുക 180 ആണ് നമുക്കറിയാം. അതുകൊണ്ട് ഇവിടെ നോക്കൂ, കോൺ എയും കോൺ സിയും എതിർ കോണുകളല്ലേ? അപ്പോൾ ഇവിടെ കോൺ A + കോൺ C എത്രയാണ്? 180 ആണ്. അതായത് 2x + 10 പ്ലസ് x + 20, അത് 180 ആണ്. ഇതിൽ നിന്നും 2xഉം xഉം 3x പ്ലസ് 10ഉം 20ഉം 30, 180 എന്ന് കിട്ടും. അതായത് 3x എന്ന് പറയുന്നത് 180 - 30 150. x എന്ത് കിട്ടും? 150/3 50 50 എന്ന് കിട്ടും. ഓക്കെ, അതൊക്കെയാണ് നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാ, ക്ലിയർ ആയല്ലോ? ഇനി കോൺ A, കോൺ C എന്നിവ കാണുക. x കിട്ടിയാൽ നമുക്ക് ഇനി കോൺ എയും കോൺ സിയും സിമ്പിളായി കണ്ടൂടെ? അപ്പോൾ കോൺ A എന്ന് പറയുന്നത് എന്താണ്? 2 × 50 + 10 110. കോൺ C x + 20 ആണ്. അപ്പൊ നമുക്കിവിടെ 50 + 20 70 എന്ന് കിട്ടും. ഇതാ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി 12ാമത്തെ ചോദ്യം നോക്കൂ. മഞ്ജുവിന് പച്ച, ചുവപ്പ്, നീല നിറങ്ങളിലായി കമ്മലുകളും മാലകളും ഉണ്ട്. അപ്പോൾ പച്ച, ചുവപ്പ്, നീല, പച്ച, ചുവപ്പ്, നീല എന്താണ്? കമ്മലുകൾ. അതേപോലെ പച്ച ഗ്രീൻ എഴുതാം, ചുവപ്പ് R, നീല ബ്ലൂ. ഇങ്ങനെ എന്തുണ്ട്? കമ്മലുകളും ഉണ്ട്, അതേപോലെ തന്നെ മാലകളുമുണ്ട്, ഇയറിങ്സും നെക്ലസും ഉണ്ട്. ഓക്കെ, ചെയിൻ ആണുള്ളത്. ഇനി ചോദ്യം നോക്കൂ, ആകെ എത്ര രീതികളിൽ ധരിക്കാം? ഇവിടെ 3 കമ്മല്, 3 മാല. ഇനി ഒരു കമ്മലിന് ഇവിടെ 1 2 3 ജോഡികൾ ഉണ്ടാക്കാം. അങ്ങനെ 3 കമ്മലുകൾക്ക് 3 × 3 = 9. അപ്പോൾ ആകെ ജോഡികൾ 3 × 3 9. ടോട്ടൽ വെയ്റ്റ് ഈക്വൽ ടു 9. ഓക്കെ, ഇനി ഒരേ നിറത്തിലുള്ളവ ധരിക്കാനുള്ള സാധ്യത. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരേ നിറത്തിൽ വരുന്ന ജോഡികൾ. അപ്പോൾ ഒരേ നിറത്തിൽ വരുന്ന ജോഡികൾ ഏതൊക്കെയാണ്? റെഡ് ഗ്രീൻ, റെഡ് ഇവിടെ വരച്ച് തെറ്റിയിട്ടുണ്ട്. റെഡ്, പിന്നെ ഗ്രീൻ, അതേപോലെ ഇവിടെ ഉണ്ട് ബ്ലൂ. അപ്പൊ നമുക്ക് സെയിം കളർ വരുന്ന 3 പെയേഴ്സ് ആണുള്ളത്. ഒരേ കളർ വരുന്ന 3 ജോഡികളാണ് ഉള്ളത്. അതുകൊണ്ട് സാധ്യത, പ്രോബബിലിറ്റി എത്രയായിരിക്കും? 3 ആകെ 9. ഇത് നമുക്ക് 1/3 എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ കമ്മലും മാലയും ഒരേ കളർ ആവാനുള്ള സാധ്യത
1/3 ആണ്. ഇനി മൂന്നാമത്തെ ഭാഗം നോക്കൂ കൂട്ടുകാരെ. വ്യത്യസ്ത നിറങ്ങളിലുള്ളവ ധരിക്കാനുള്ള സാധ്യത. പ്രോബബിലിറ്റി ഓഫ് ഡിഫറെന്റ് കളേഴ്സ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക. ഒരേ കളറിലുള്ളവ ധരിക്കാനുള്ള സാധ്യതയും വ്യത്യസ്ത നിറങ്ങളിലുള്ളവ ധരിക്കാനുള്ള സാധ്യതയും കൂട്ടിയാൽ എപ്പോഴും നമുക്ക് 1 എന്ന സംഖ്യയായിരിക്കും കിട്ടുക. അപ്പൊ നമുക്കിവിടെ വ്യത്യസ്ത നിറം വരാനുള്ള സാധ്യത നമ്മൾ 1 മൈനസ് ഒരേ നിറത്തിന്റെ സാധ്യത. ഒരേ നിറത്തിന്റെ സാധ്യത നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 1 മൈനസ് ഇവിടെ 1/3. അപ്പൊ നമുക്കിവിടെ 2/3 എന്ന് കിട്ടും. ഓക്കെ, ഇത് ഓർത്ത് വെക്കുക. അതായത് ആകെ സാധ്യത എന്ന് പറയുന്നത് 1 ആയിരിക്കും. 100%. 1നെ 100 കൊണ്ട് ഗുണിച്ചാൽ ശതമാനമാവും. 100% മൊത്തം സാധ്യത. ആകെ സാധ്യത 1 എന്നാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ഇനി ഒരേ നിറം വരാനുള്ള സാധ്യത 1/3 എന്ന് ഇവിടെ കണ്ടുവച്ചു. അപ്പോൾ 1ൽ നിന്നും 1/3 കുറച്ചാൽ വ്യത്യസ്ത നിറമാവാനുള്ള സാധ്യത കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് 13ാമത്തെ ചോദ്യം നോക്കിയാലോ. 13ാമത്തെ ചോദ്യം ഒരു സ്റ്റാൻഡേർഡ് പ്രോബബിലിറ്റി ചോദ്യമാണ്. അത് സാധാരണ രീതിയിലുള്ള സാധ്യതകളുടെ ഒരു പ്രോബ്ലമാണ്. ചോദ്യം നോക്കൂ. സഞ്ചി 1ൽ ആകെ എത്ര പന്തുകളുണ്ട് നോക്കൂ. ഒന്നാമത്തെ സഞ്ചി, അതിൽ 3 ചുവപ്പ് റെഡ്, അതുപോലെ 5 പച്ച 5 ഗ്രീൻ, ആകെ എത്ര എണ്ണമുണ്ട്? 8. സഞ്ചി 1ൽ ആകെ 8 പന്തുകൾ. സഞ്ചി 2ൽ 4 ചുവപ്പ് 4 റെഡ് 6 ഗ്രീന്. അപ്പൊ ഇവിടെ ആകെ 10 എണ്ണം. ഓക്കെ, ഒന്നാമത്തെ സഞ്ചിയിൽ ആകെ പന്തുകൾ 8. രണ്ടാമത്തെ സഞ്ചിയിലെ ആകെ പന്തുകൾ 10. ഇനി ചോദ്യങ്ങൾ നോക്കൂ. ആകെ ജോഡികൾ എത്ര? അപ്പൊ ജോഡികൾ ഉണ്ടാക്കാൻ ഇതിലെ ഒരെണ്ണത്തിന് ഇവിടെ 10 ജോഡികൾ ഉണ്ടാക്കാം. അങ്ങനെ 8 എണ്ണത്തിന് 8 × 10 80 ജോഡികൾ ഉണ്ടാക്കാം. അപ്പോൾ ആകെ ജോഡികൾ, ടോട്ടൽ പെയേഴ്സ് 8 × 10 80. ഇനി രണ്ടും ചുവപ്പാകാനുള്ള സാധ്യത. ഇപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇവിടെ 3 ചുവപ്പാണുള്ളത്. ഓക്കെ, ഇവിടെ 4 ചുവപ്പാണുള്ളത്. ഇതിലെ ഓരോ ചുവപ്പിനും 4 ജോഡി ഉണ്ടാക്കാം. അപ്പൊ 3 എണ്ണത്തിന് 3 × 4 12 ജോഡികൾ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ രണ്ടും ചുവപ്പ് ആകാനുള്ള സാധ്യതയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടും ചുവപ്പാവാനുള്ള ജോഡികളുടെ എണ്ണം 3 × 4 12. രണ്ടും ചുവപ്പ്, ബോത്ത് റെഡ്, 3 × 4 12. അപ്പോൾ പ്രോബബിലിറ്റി, സാധ്യത എന്ന് പറയുന്നത് 12 ആകെ 80. നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? 4 കൊണ്ട് ഹരിക്കാം. അപ്പൊ ഇവിടെ 3 4 12, ഇവിടെ 20, 3/20 എന്ന് കിട്ടും. ഓക്കെ, അപ്പോ രണ്ടും ചുവപ്പായി. രണ്ടും പച്ചയാകാനുള്ള സാധ്യത. ഇവിടെ 5 പച്ച, ഇവിടെ 6 പച്ച. ഒരു പച്ചയ്ക്ക് 6 ജോഡികൾ ഉണ്ടാക്കാം. അപ്പോൾ 5 പച്ചകൾക്ക് ആകെ 5 × 6 30 ജോഡികൾ ഉണ്ടായിരിക്കും. രണ്ടും പച്ചയായ ബോത്ത് ഗ്രീൻ പെയേഴ്സ് ഈക്വൽ ടു 5 × 6 30. ഓക്കെ, അപ്പോൾ രണ്ടും
പച്ചയാകാനുള്ള സാധ്യത 30 ആകെ 80. അപ്പൊ നമുക്ക് 3/8 എന്ന് കിട്ടും. ഇതാ ഇവിടെ 3/8. ഓക്കെ. ഇനി അടുത്ത പാർട്ട് എന്താണ്? ഡി പാർട്ട് നോക്കൂ. ഒന്നെങ്കിലും ചുവപ്പാകാൻ. ഓക്കെ, ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിലും ചുവപ്പാവുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? രണ്ടും ചുവപ്പാവാം. ആദ്യം ചുവപ്പും പിന്നെ പച്ചയും, പിന്നെ പച്ചയും പിന്നെ ചുവപ്പും, എന്നിട്ട് ഇതിനെ കൂട്ടാം. അതിനേക്കാൾ എളുപ്പം എന്താണെന്ന് അറിയാമോ? രണ്ടും പച്ചയാവാനുള്ള സാധ്യത കണ്ടുപിടിക്കുക. രണ്ടും പച്ചയാവുന്ന സാധ്യത വരാൻ പാടില്ലല്ലോ. അതെന്ത് ചെയ്യുക? ആകെ സാധ്യതയിൽ നിന്നും കുറയ്ക്കുക. കൂട്ടുകാരെ, ആകെ സാധ്യത 1 എന്നറിയാം. അതിൽ നിന്നും പ്രോബബിലിറ്റി ഒക്കെ പി എന്നെഴുതി ബ്രാക്കറ്റിൽ രണ്ടും പച്ച. അപ്പോൾ 1-ൽ നിന്നും രണ്ടും പച്ചയാവാനുള്ള സാധ്യത കുറച്ചാൽ ഒന്നെങ്കിലും ചുവപ്പാകാനുള്ള സാധ്യത കിട്ടും. ഇവിടെ നമുക്ക് റെഡ് ഗ്രീൻ രണ്ട് തരം പന്തുകളാണുള്ളത്. അതുകൊണ്ട് 1 - രണ്ടും പച്ചയാവാനുള്ള സാധ്യത. രണ്ടും പച്ചയാവാനുള്ള സാധ്യത നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. ഇതാ സിയിൽ കണ്ടുവച്ചിട്ടുണ്ട്. സി പാർട്ടിൽ നമുക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്? 3/8. അപ്പോൾ 1 - 3/8. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 8 - 3/8 എന്ന് എഴുതാം. അപ്പോൾ 5/8 എന്ന് കിട്ടും. ഒന്നെങ്കിലും ചുവപ്പാവാനുള്ള സാധ്യത 5/8, അറ്റ്ലീസ്റ്റ് 1 റെഡ്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന 5/8. ഇത് നല്ലൊരു ചോദ്യമാണ്, ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. ഇനി 14-ാമത്തെ ചോദ്യം നോക്കൂ. തുകയുടെ ബീജഗണിത രൂപവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. ഓക്കെ, സം ഓഫ് AP, സം ഓഫ് അരിത്മെറ്റിക് പ്രോഗ്രഷനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് n പദങ്ങളുടെ തുക 3n² + 2n. ഫസ്റ്റ് n terms ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് ടോട്ടൽ സം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഒന്നാം പദം കാണുക, ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം കാണാൻ വേണ്ടി എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? n-ന് 1 കൊടുക്കുക. n-ന് 1 കൊടുത്താൽ S1 = 3 × 1² + 2 × 1. ഇത് 3 + 2 5 എന്ന് കിട്ടും. ഒരു പദത്തിന്റെ തുക എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും? ഒന്നാം പദം. ഒന്നാം പദം നമുക്ക് F = 5 എന്ന് എഴുതാം, അല്ലെങ്കിൽ x1 = 5 എന്നും എഴുതാം. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. x1 = 5. ഇനി S2 കണ്ട് രണ്ടാമത്തെ പദം കാണുക. S2 എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് പദങ്ങളുടെ തുക. രണ്ട് പദങ്ങളുടെ തുക S2 = n-ന് 2 കൊടുക്കുക. 3 × 2² + 2 × 2. എല്ലാ സ്റ്റെപ്പും എഴുതാം. 3 × 2² 4 + 4, 3 × 4 12 + 4 16 എന്ന് കിട്ടി. ഓക്കെ, രണ്ട് പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ x1 + x2 ആണല്ലോ, അത് 16. ഒന്നാം പദം നമ്മൾ കണ്ടുപിടിച്ചു 5. അപ്പോൾ ഇവിടെ നമുക്ക് 5 + x2 = 16 എന്ന് എഴുതാം. ഇതിൽ നിന്നും രണ്ടാം പദം 16 - 5 11 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ S2 കണ്ടുപിടിച്ചു 16. എന്നിട്ട് രണ്ടാം പദം x2 എത്ര കിട്ടി? 11 എന്ന് കിട്ടി. ഇതെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാ. ഓക്കെ,
ഇനി പൊതുവ്യത്യാസം കാണുക. പൊതുവ്യത്യാസം കാണാൻ എളുപ്പമല്ലേ? പൊതുവ്യത്യാസം എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? പൊതുവ്യത്യാസം d എന്ന് പറഞ്ഞാൽ രണ്ടാം പദം മൈനസ് ഒന്നാം പദം എന്ന് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് 11 മൈനസ് 5 6 എന്ന് കിട്ടും. ഇതാ d സമം x2 മൈനസ് x1 ഈക്വൽ ടു 11 മൈനസ് 5 ഈക്വൽ ടു 6. ഇനി n-ാം പദം എഴുതുക. n-ാം പദത്തിന്റെ ഫോർമുല എന്താണ്? സമവാക്യം എന്താണ്? xn സമം dn പ്ലസ് f മൈനസ് d. അതായത് എന്ത് കിട്ടും? 6n പ്ലസ് 5 മൈനസ് 6. അപ്പൊ നമുക്ക് 6n 5 മൈനസ് 6 മൈനസ് 1 xn 6n മൈനസ് 1 എന്ന് കിട്ടി. xn ഈക്വൽ ടു 6n മൈനസ് 1. ഓക്കെ, നമ്മള് 4 ഭാഗങ്ങളും ചെയ്തു. ഇനി കൂട്ടുകാരെ, ഈ ഭാഗത്തിലെ അവസാനത്തെ ചോദ്യം 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ അങ്ങനെ 100 സ്ക്വയർ ഇവയെ 3 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടങ്ങൾ പരിഗണിക്കുക. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് അത് പരിഗണിക്കാം. 1 സ്ക്വയർ അതെത്രയാ? 1 ആണ്. 1-നെ 3 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ എത്രയാണ്? അത് ഞാനിവിടെ ഇങ്ങനെ എഴുതാം. 1. 2-നെ 2ന്റെ വർഗം 4. 4-നെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം റിമൈൻഡർ 3 ഇൻറ്റു 1 പ്ലസ് 1 അപ്പോൾ 1. ഇനി 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. 9-നെ 3 കൊണ്ട് ഹരിച്ചാൽ 3 ഇൻറ്റു 3 പ്ലസ് 0 അല്ലേ? അപ്പൊ 0 ഇവിടെ വരുന്നത്. ഇനി നമുക്ക് 4 സ്ക്വയർ 16. 16-നെ 3 ഇൻറ്റു 5 15 പ്ലസ് 1 എന്ന് എഴുതാം. അപ്പോൾ റിമൈൻഡർ ശിഷ്ടം 1. 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25. 3 24 പ്ലസ് 1 25. 6 സ്ക്വയർ എന്ന് പറയുമ്പോൾ 36. 12 ഇൻറ്റു 3 3 ഇൻറ്റു 12 36. റിമൈൻഡർ ശിഷ്ടം 0. ഇവിടെ ശ്രദ്ധിക്കൂ, 1 1 0 1 1 0 ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കൂ കൂട്ടുകാരെ, ആദ്യത്തെ ചോദ്യം ശിഷ്ടങ്ങൾ ശ്രേണിയായി എഴുതുക. റൈറ്റ് ദി സീക്വൻസ് ഓഫ് റിമൈൻഡേഴ്സ്. അപ്പോൾ ശ്രേണി സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്? 1 1 0 1 1 0 1 1 0 ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി ശിഷ്ടം 1 ആകാനുള്ള സാധ്യത നമുക്ക് ഇവിടെ നോക്കൂ. 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ വർഗം സ്ക്വയർ ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. 1 മുതൽ 100 വരെയുള്ള സംഖ്യകളിൽ 33 3ന്റെ ഗ്രൂപ്പുകളുണ്ട് അല്ലേ? 33 ഇൻറ്റു 3 പ്ലസ് 1 അല്ലേ 100. അപ്പൊ നമുക്കിവിടെ 33 3ന്റെ ഗ്രൂപ്പും പിന്നെ അത് കഴിഞ്ഞ ഒരെണ്ണം കൂടി ഉണ്ട്. ഇനി നമ്മൾ ഓരോ ഗ്രൂപ്പും എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 എണ്ണം 1ഉം ഒരെണ്ണം 0വുമാണ്. അതായത് 1 മുതൽ 100 വരെയുള്ള സംഖ്യകളിൽ 33 എണ്ണം 3ന്റെ ഗുണിതങ്ങളാണ്. ഓരോ ജോഡിയിലും ഒരു 0 ആണുള്ളത്.
33 എണ്ണം 3ന്റെ ഗുണിതങ്ങളാണ്. അതായത് ശിഷ്ടം 0, റിമൈൻഡർ 0. അപ്പൊ ഞാൻ ഇവിടെ ശിഷ്ടം റിമൈൻഡർ 0 വരുന്നത് 33 എണ്ണം. ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ട് കൂട്ടുകാരെ? ഇവിടെ 33 × 3 എഴുതുമ്പോൾ അതിൽ 33 എടുത്തു. ഇനി ഇവിടെ ബാക്കി 66 എണ്ണം ഉണ്ട് അല്ലെ? 33 × 2 66. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്ന ഈ 1 എന്ന് പറഞ്ഞാൽ പുതിയ ഒരു ഗ്രൂപ്പിലെ ആദ്യത്തേതാണ്. അതെന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ശിഷ്ടം റിമൈൻഡർ 1 ആവാനുള്ളത് ബാക്കി 67 എണ്ണമായിരിക്കും. ബാക്കി 67 എണ്ണത്തിലും ശിഷ്ടം 1 ആയിരിക്കും. ഓക്കെ. 1 മുതൽ 100 വരെയുള്ള സംഖ്യകളിൽ 33 ഗ്രൂപ്പുകളിൽ ഓരോന്ന് ശിഷ്ടം 0 അതുകൊണ്ട് 33 എണ്ണം 3ന്റെ ഗുണിതങ്ങളാണ്. ശിഷ്ടം 0. ബാക്കി 67 എണ്ണത്തിനും റിമൈൻഡർ 1 ആയിരിക്കും. അതിനാൽ ശിഷ്ടം 1 ആകാനുള്ള സാധ്യത എത്രയാണ്? 67 ബൈ ഇവിടെ ആകെ എത്രയുള്ളത്? 100 എണ്ണം ബൈ 100. അപ്പൊ കൗണ്ട് ഓഫ് വൺസ് ഈക്വൽ ടു 67 ആൻഡ് ദ പ്രോബബിലിറ്റി ഈക്വൽ ടു 67/100. ക്ലിയർ അല്ലേ? ശിഷ്ടം 2 ആകാനുള്ള സാധ്യത ഇവിടെ നമ്മൾ ശിഷ്ടം കണ്ടുപിടിച്ച സമയത്ത് ഒറ്റ ഒന്നിന്റെയും ശിഷ്ടം 2 കിട്ടിയിട്ടില്ല. ഓക്കെ. അപ്പോൾ പൂർണ്ണവർഗങ്ങളെ സ്ക്വയറിനെ 3 കൊണ്ട് ഹരിച്ചാൽ ഡിവൈഡ് ചെയ്താൽ ഒരിക്കലും റിമൈൻഡർ ശിഷ്ടം 2 വരില്ല. അതിനാൽ 2 വരാനുള്ള സാധ്യത 0. ഓക്കെ. ശിഷ്ടം 2 വരുന്ന സംഖ്യകളുടെ എണ്ണം 0. കൗണ്ട് ഓഫ് 2s ഈക്വൽ ടു 0. അതുകൊണ്ട് പ്രോബബിലിറ്റി സാധ്യത ഈക്വൽ ടു 0. ഇനി നാലാമത്തെ പാർട്ട് നോക്കൂ. ശിഷ്ടം 0 ആകാനുള്ള സാധ്യത അത് നമ്മൾ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശിഷ്ടം 0 ആകാനുള്ള സാധ്യത 33/100. ഓക്കെ. ശിഷ്ടം 0 ആവുന്ന സംഖ്യകളുടെ എണ്ണം 33. കൗണ്ട് ഓഫ് സീറോസ് 33 ആയതുകൊണ്ട് സാധ്യത 33/100. പ്രോബബിലിറ്റി 33/100. ഓക്കെ. ഇതും ഒരു നല്ല ചോദ്യമാണ്, ഓർത്തു വെക്കുക. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ആദ്യത്തെ 15 ചോദ്യങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് സമയം കിട്ടുമെന്നറിയില്ല. കിട്ടുകയാണെങ്കിൽ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. അടുത്ത പാർട്ടിൽ, പാർട്ട് 2ൽ അടുത്ത 15 ചോദ്യങ്ങളുമായി പെട്ടെന്ന് തന്നെ കാണാം. സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 2. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം. ഓക്കെ, ബൈ.